കേസ് അപ്പോൾ നമ്മൾ പുതിയ വീട്ടിലൊക്കെ എല്ലാം വെച്ച കേസാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു കാർ കളക്ഷനായിട്ടാണ് കേസ് വന്നിരിക്കുന്നത്. കാർ കളക്ഷൻ എന്ന് പറയുമ്പോൾ ഇത്ര വലിയ കാർ കളക്ഷനൊന്നും അല്ല, ബട്ട് എൻ്റെ കയ്യിലുള്ള കാർസ് വെച്ചിട്ടുള്ള ഒരു കാർ കളക്ഷനാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കാർ കളക്ഷൻസ് കാണാൻ പോകാം. അപ്പോൾ ഫസ്റ്റ് വണ്ടി എന്ന് പറയുന്നത് കാണുന്ന നീല വണ്ടിയാണ് കേസ്. എനിക്ക് വേണ്ടി ഇതാണ് കേസ് നമ്മുടെ നീല വണ്ടി എന്ന് പറയുന്നത്. ഒരു കിടക്കാച്ചി വണ്ടിയാണ് കേസ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി ഇതാണ്. ഈ ഗെയിമിൽ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി. നമ്മുടെ ഫ്രീക്ക് വ്ളോഗ്സ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറയുക ഒരു യൂട്യൂബറിൻ്റെ നിന്ന് ഇതാക്കിയാണ് കേസ്. പിന്നെയെന്ന് പറയുമ്പോൾ നമുക്ക് വരുന്നത് ഒരു ചുവന്ന കളറുള്ള ഒരു വണ്ടിയാണ് കേസ്. അയ്യോ നീല അടിച്ചിട്ട് ശരി, അതൊരു എനിക്കത്ര ഇഷ്ടമുള്ളൊരു വണ്ടിയല്ല ഇത്. ഇതൊരുമാതിരിയാണ് കേസ്. ഇതുകൊണ്ട് വിൽക്കണം കേസ്, അത് വെക്കും. എനിക്കിഷ്ടമല്ലാത്തൊരു വണ്ടിയാണ്. പിന്നെയെന്ന് പറയുമ്പോൾ നമ്മളൊരു താറാണ് കേസ് വന്നേക്കുന്നത്. താറെന്ന് പറയുമ്പോൾ സ്കൈ ബ്ലൂ കളറിൽ നമ്മൾ അടിച്ചിട്ടേക്കാണ്. പിന്നെ വലിയ വർക്കം ചെയ്തിട്ടില്ല, നമ്മൾ കിറ്റ് കയറ്റി വെച്ചിട്ടുണ്ട്, പുതിയ അലോയ് ഇട്ടിട്ടുണ്ട് കേസ്. പിന്നെ അടുത്തെന്ന് പറയുന്നത് നമ്മുടെ സ്വിഫ്റ്റ് കണക്കിരിക്കുന്ന വണ്ടി എന്നൊക്കെ പറയുന്നൊരു വണ്ടിയാണ്. ഞാൻ എൻ്റെ ചുമ്മാ മിന്നലിൻ്റെ ഡിസൈൻ ചുമ്മാ അടിച്ചു വെച്ചേക്കാം കേസ്. ഒരു കാര്യമില്ല, ചുമ്മാ അടിച്ചു വെച്ചേക്കും കേസ്. നമുക്കിനി ഒരു ഡിസൈനൊക്കെ ഒപ്പിക്കണം. പിന്നെ ഇതൊന്നും വലിയ കാര്യമില്ലാത്ത വണ്ടിയാണ് കേസ്. ഇതൊക്കെ ചുമ്മാ ഉള്ള വണ്ടിയാണ്. പിന്നെയെന്ന് പറയുമ്പോൾ നമ്മുടെ ഷാജി ബാബൻ്റെ വണ്ടിയാണുള്ളത്. നമ്മൾ അതേ ഡിസൈൻ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, അതൊക്കെ ചെയ്യണം. പിന്നെയെന്ന് പറയുമ്പോൾ നമ്മുടെ വിൻറ്റേജ് ബെൻസാണ് വെച്ചിരിക്കുന്നത്. വിൻറ്റേജ് ബെൻസ് അതൊരു ഗോൾഡ് കളറിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇതൊരു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടികളിൽ മറ്റൊരു വണ്ടിയും കൂടിയാണിത്. പിന്നെയെന്ന് പറയുമ്പോൾ ലാറ്റിൻ അമേരിക്ക എന്ന് പറഞ്ഞ ഒരു വണ്ടിയാണ്. ഇതും വലിയ കാര്യമൊന്നുമില്ല, ചുമ്മാ എടുത്തിട്ടേക്കാണ്. പിന്നെ ഇത് എത്ര വാങ്ങിച്ചാൽ അതും കാര്യമില്ല. പിന്നെയെന്ന് പറയുമ്പോഴാണ് നമ്മുടെ ലാൻസർ വരുന്നത് കേസ്. ലാൻസർ എന്ന് പറയുമ്പോൾ നമ്മൾ നെസ്ലെ കിറ്റ്കാറ്റിൻ്റെ ഡിസൈനിലടിച്ചൊരു ലാൻസറാണ് കേസ്. ഇത് ഒരാളുടെ വണ്ടിയുടെയാണ്. പിന്നെയെന്ന് പറയുമ്പോൾ നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരൊക്കെ അടിച്ചിട്ടുള്ള ഒരു വാനാണ് കേസ്. ഞാൻ തന്നെ സ്വന്തമായിട്ട് തന്നെ ചെയ്തതാണ് കേസ്. ഫ്രണ്ടിലത്തെ എംബ്ലം കാണുമ്പോൾ നമുക്ക് അറിയായിരിക്കും ഞാൻ തന്നെ ആയിരിക്കും ചെയ്തത്. പിന്നെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹാഷ് ബാക്ക് ടൈപ്പ് സിവിക്കാണുള്ളത്. ഇതൊന്നും വലുതായിട്ടൊന്നും ചെയ്യില്ല, ബ്ലാക്ക് അടിച്ചിട്ടിരിക്കുന്നതേ ഉള്ളൂ. പിന്നെ നമ്മുടെ സുപ്രയാണ് കേസ്. സുപ്രയും ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, വലുതായിട്ടൊന്നും ചെയ്യാത്തൊരു വണ്ടിയാണ് കേസ് അതൊക്കെ. പിന്നെ എന്ന് പറയുമ്പോൾ നമ്മുടെ സിവിക്കാണ് കേസ് വരുന്നത്. ഇതെന്ന് പറയുമ്പോൾ ബോഡി കിറ്റും കയറ്റി ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒരു രീതിയിലുള്ള എന്താ പറയുക ഒരു രീതിയിലുള്ള ഡിസൈൻ ചെയ്തിട്ടില്ല. നമുക്കിനി ചെയ്യാറിയാവുന്നവരുണ്ടെങ്കിൽ എന്താണ് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എന്ന് പറയുമ്പോൾ നമ്മുടെ കോണ്ടസയാണ് കേസ് വരുന്നത്. കോണ്ടസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കരിക്കിൻ്റെ ഒരു സീരീസിൽ നിന്നെടുത്തൊരു എന്താ പറയുക ഇൻസ്പയർ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് കേസ് എൻ്റെ അകത്ത് ഉണ്ട്. പിന്നെയെന്ന് പറയുന്നത് നമ്മുടെ ഇത് വണ്ടിയുടെ പേര് എനിക്കറിയത്തില്ല, ഒരു ട്രക്കാണ്, ചുമ്മാ എടുത്തിട്ടുണ്ട് കേസ്. പിന്നെയെന്ന് പറയുമ്പോൾ ഞാൻ വേറൊരാളുടെ നിന്ന് വാങ്ങിച്ച വണ്ടിയാണിത്. അയാൾ പറഞ്ഞ കെഞ്ചിയപ്പോൾ നമ്മൾ വാങ്ങിച്ചു കിട്ടിയാണ് കേസ് ഈ വണ്ടി എന്ന് പറയുന്നത്. ഇത് വലിയ പൈസയൊന്നും അല്ല, ഒരു എത്ര 50,000 അത്രയൊക്കെ കണ്ടാണ് വിട്ടത്. സോറി 50,000 5 ലക്ഷത്തിനാണ്ട്. പിന്നെയെന്ന് പറയുമ്പോൾ ഇതാണ് GTR സ്കൈലൈനാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പുറകിൽ ഞാൻ വാങ്ങിച്ച ആൾ ഒരു കിടയായിട്ടൊരു എയർപ്ലെയിൻ്റെ ഡിസൈനൊക്കെ വെച്ചാൽ അത് വൈബ് സാധനം കേസ്. പിന്നെയെന്ന് പറയുമ്പോൾ ഈ വണ്ടിയുടെ പേര് കേട്ടിട്ടില്ല, ബട്ട് കിടക്കാച്ച വണ്ടിയാണ്. പിന്നെയെന്ന് പറയുമ്പോൾ ഒരു മാസ്ഡയാണ് കേസ് വരുന്നത്. ഇത് അടിപൊളിയായിട്ട് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ പറയുമ്പോൾ ഒരു പോലീസ് ഡിസൈനിൽ ഉള്ള ഒരു വണ്ടിയാണ് കേസ്. ഇത് ഞാൻ ഒരാളുടെ വാങ്ങിച്ചതാണ്. ഇതാണ് കേസ് ഞാൻ സ്വന്തമായിട്ട് വാങ്ങിച്ച് പണിഞ്ഞ ഒരു വണ്ടിയാണ് കേസ് ഇത്. ഇതെന്ന് പറയുമ്പോൾ ഒരു റേഞ്ച് റോവറാണ്. അതേപോലെ ഇത് അത്ര ഇതൊന്നുമില്ല. പിന്നെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു BMW ആണ് കേസ്. BMW ഇത് ഞാൻ ഒരാളെ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് എത്ര 1000 HP ഉണ്ട് കേസ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെയെന്ന് പറയുമ്പോൾ കേസ് നമ്മുടെ ഒരു ലാൻഡ് ക്രൂയിസറാണ് കേസ് ഉള്ളത്. ലാൻഡ് ക്രൂയിസർ ഇത് ഒരു അടിപൊളി വണ്ടിയാണ് കേസ്. എന്താ പറയുക എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വണ്ടികളിലൊന്നാണത്. പിന്നെയെന്ന് പറയുമ്പോൾ ഒരു ഫെറാറിയാണുള്ളത്. ഇതും ഞാൻ ചുമ്മാ എടുത്തിട്ടാണ് കേസ്. പിന്നെ നമ്മുടെ റൺവേ എന്ന് പറഞ്ഞ സിനിമയിൽ നിന്ന് നമ്മൾ ഇൻസ്പയർ ആക്കിയിട്ട് ചഞ്ചൽ എന്ന് പറഞ്ഞുകൊണ്ടൊരു വണ്ടി അതുണ്ട് കേസ്. നമ്മുടെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെയെന്ന് പറയുമ്പോൾ നമ്മളെ സ്വന്തം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടിയായിട്ട് വരുന്നത് BMW M5 ആണ് കേസ്. അതും അത്യാവശ്യം വർക്കൊക്കെ ചെയ്തിട്ടുള്ളൂ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഡിഫൻഡറാണ് കേസ്. ഒരു ഡിഫൻഡറാണ്, അതും വലുതായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെയെന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു LC ആണ് കേസ് ഉള്ളത്. LCയും വലുതായിട്ടൊന്നുമില്ല കേസ്, നല്ല അടിപൊളിയായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്.
പിന്നെ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല, ബട്ട് ഞാൻ മാക്സിമം എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെയെന്ന് പറയുമ്പോൾ ഒരു ബെൻസാണ് വരുന്നത്. പിന്നെ ഇത് നമ്മുടെ കോണിക്സെക്കിൻ്റെ പുതിയ ടൈപ്പാണ്, പുതിയ ന്യൂ മോഡലാണ്. ഇത് കേട് സാധനമാണ്, ഭയങ്കര സ്പീഡാണ് ഇതിന്. HP ഒക്കെ നോക്കി 1604 HP ആണ്. പിന്നെയെന്ന് പറയുമ്പോൾ ഇത് ഞാൻ ചുമ്മാ എടുത്തിരിക്കുന്ന ട്രക്കാണ്, ഇത് വലിയ കാര്യമാക്കണ്ട. അപ്പോൾ ഇത്രയാണ് എൻ്റെ കാർ കളക്ഷൻ എന്ന് പറയുന്നത്. എന്തായാലും സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ഇതേപോലത്തെ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ. ബൈ ഗൈസ്.